ഫലശൂന്യമല്ലോ എൻ അധ്വാനം. നഗരം നാഥൻ കാക്കുന്നില്ലേൽ കാവൽക്കാരനും വ്യർത്ഥം. നഗരം നാഥൻ കാക്കുന്നില്ലേൽ കാവൽക്കാരനും വ്യർത്ഥം. കാത്തിരിപ്പെന്നും വ്യർത്ഥം. പവനം പണിയുന്ന നാഥാ ഫലമേകണേ ദിവ്യനാഥാ. പവനം പണിയുന്ന നാഥാ ഫലമേകണേ ദിവ്യനാഥാ. കർത്താവു നൽകുന്ന ദാനങ്ങളല്ലോ ആരോഗ്യപൂർണമ മക്കൾ. കർത്താവു നൽകുന്ന ദാനങ്ങളല്ലോ ആരോഗ്യപൂർണമ മക്കൾ. കർത്താവു നൽകുന്ന സമ്മാനമല്ലോ അമ്മതൻ ഉദരബലങ്ങൾ. കർത്താവു നൽകുന്ന സമ്മാനമല്ലോ അമ്മതൻ ഉദരബലങ്ങൾ. അമ്മതൻ ഉദരബലങ്ങൾ. പവനം പണിയുന്ന നാഥാ ഫലമേകണേ ദിവ്യനാഥാ. പവനം പണിയുന്ന നാഥാ ഫലമേകണേ ദിവ്യനാഥാ. യൗവനകാലേ ജനിക്കുന്ന മക്കൾ യോദ്ധാവു പേറും അസ്ത്രം പോൽ. യൗവനകാലേ ജനിക്കുന്ന മക്കൾ യോദ്ധാവു പേറും അസ്ത്രം പോൽ. അവരെ കൊണ്ടാവ നാഴി നിറയ്ക്കും മനുജൻ ഭാഗ്യവാൻ. അവരെ കൊണ്ടാവ നാഴി നിറയ്ക്കും മനുജൻ ഭാഗ്യവാൻ. മനുജൻ ഭാഗ്യവാൻ. പവനം പണിയുന്ന നാഥാ ഫലമേകണേ ദിവ്യനാഥാ. പവനം പണിയുന്ന നാഥാ ഫലമേകണേ ദിവ്യനാഥാ. ഭവനം നാഥൻ പണിയുന്നില്ലേ ഫലശൂന്യമല്ലോ എൻ അധ്വാനം. നഗരം നാഥൻ കാക്കുന്നില്ലേ കാവൽക്കാരനും വ്യർത്ഥം. കാത്തിരിപ്പെന്നും വ്യർത്ഥം. നമ്മൾ കേട്ടുകൊണ്ടിരുന്ന വചനത്തിൽ നിന്ന് തന്നെ നമുക്ക് മുന്നോട്ട് പോകാം. കഴിഞ്ഞ ദിവസം നമ്മൾ കേൾക്കുകയായിരുന്നു, ദൈവത്തിൽ ഏകാഗ്ര ഹൃദയമുള്ളവരായി ദൈവത്തെ അന്വേഷിക്കുന്നവരായി ജീവിക്കണം എന്ന് ദൈവം നമ്മെ കേൾപ്പിച്ചു. എന്നാൽ അനേകം ആൾക്കാർ കർത്താവിനെ അന്വേഷിക്കാതെ, കർത്താവിൽ ഏകാഗ്രത ഹൃദയം വയ്ക്കാതെ ജീവിച്ച് പ്രാർത്ഥിക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. അവരെ ദൈവം എന്താ ചെയ്യുന്നതെന്നാണ് പറഞ്ഞത്? ദൈവം അന്തരന്തിര്യങ്ങളെ ശോധന ചെയ്യുന്ന ദൈവമാണ്. ദൈവത്തിൽ ഏകാഗ്ര ഹൃദയമില്ലാതെ പ്രാർത്ഥിക്കുന്ന അനുഭവം ഉണ്ടാകാൻ പാടില്ല. ഹല്ലേലൂയ. परमेश्वर में एक होकर हमारा हृदय परमेश्वर में
एकाग्रत होकर हमें प्रार्थना करना मांगते, आराधना करना मांगते करके परमेश्वर हमें सिखा रहा है। तो परमेश्वर में एकाग्र होकर, एकत्र होकर हम प्रार्थना करेगा तो हम एक मन, परमेश्वर में एक मन होकर हम प्रार्थना करेगा तो हमारे जीवन में आने वाला बदलाव कैसा है करके हम देखेगा। उसके पहले हम एक वचन हम पढ़ेंगे, यशायाह प्रवचन 29 का 15 हम पढ़ेंगे। यशायाह प्रवचन 29 का 15, यशाയാവ് 29:15 തങ്ങളുടെ ആലോചനയെ യഹോവയ്ക്ക് അഗാധമായി മറച്ചു വയ്ക്കുവാൻ നോക്കുകയും തങ്ങളുടെ പ്രവൃത്തികളെ അന്ധകാരത്തിൽ വയ്ക്കുകയും ഞങ്ങളെ ആർ കാണുന്നു, ഞങ്ങളെ ആർ അറിയുന്നു എന്ന് പറയുകയും ചെയ്യുന്നവർക്ക് അയ്യോ കഷ്ടം. മതി, हिंदी में पढ़ सकते हैं। से छुपाने का बड़ा यत्न करते और अपने काम अंधेरे में करके कहते हैं, हमको कौन देखता है, हमको कौन जानता है। हालेलुया। तो बहुत लोग ऐसा चिंता करने वाला है, हमको कौन देखने वाला है, हमको कौन जानता है। हमारा सब प्रवृत्ति को अंधेरा में करते हैं, गलत प्रवृत्ति करते हैं, अंधकार में अंधेरा में रहते हुए गलत प्रवृत्ति करने वाला, और अपना चिंताओं को कैसा करते हैं। उसका पहले वचन, തങ്ങളുടെ ആലോചനയെ യഹോവയ്ക്ക് അഗാധമായി മറച്ചു വയ്ക്കുവാൻ നോക്കുകയും ചെയ്യുന്നു, തങ്ങളുടെ പ്രവൃത്തികളെ അന്ധകാരത്തിൽ ചെയ്യുകയും ചെയ്യുന്നു. നോക്കിക്കേ, നമ്മുടെ ആലോചന അഗാധമായി മറച്ചു വയ്ക്കാൻ നമ്മൾ ശ്രമിക്കുന്നുണ്ടോ? നമുക്ക് മറച്ചു വയ്ക്കാൻ കഴിയത്തില്ല എന്നുള്ളത് നാം മനസ്സിലാക്കണം. അവിടെ പറയുകയാണ്, അങ്ങനെ ദൈവത്തോട് മറച്ചു വെച്ചുകൊണ്ട് ദൈവത്തിൻ്റെ ഹിതമില്ലാത്ത പ്രവൃത്തി ചെയ്യുന്നവന് അയ്യോ കഷ്ടം. परमेश्वर का इच्छा के अनुसार विचार नहीं करते, हाँ परमेश्वर के इच्छा के अनुसार प्रवृत्ति नहीं करते, अंधकार में गलत प्रवृत्ति कर कर, गलत चिंता कर कर, ये कौन जानने वाला, ये कौन देखने वाला करके बोलकर हम गलत करने वाला के बारे में परमेश्वर बोलते हैं उसको हाय हाय. तो അവർക്ക് അയ്യോ കഷ്ടം. हम लोग ऐसा व्यक्ति है क्या करके हमें जांचना मांगते. परमेश्वर से छुपा कर कुछ भी नहीं कर सकते करके हमें विश्वास होना मांगते. परमेश्वर हमारा अंदर इंद्रियों को भी जांचने वाला परमेश्वर है करके हम विश्वास से परमेश्वर के सन्निधि में आना मांगते. हम कुछ भी परमेश्वर के सामने छुपा नहीं सकते करके हमें जानकारी मिलना मांगते हैं. तो हम क्या छुपा सकते हैं परमेश्वर से? भजन संगीता बोलने वाला बोलते हैं, मैं समुद्र का उस पार जाकर छुप जाएगा तो भी, अंधकार में एकदम से छुप जाएगा तो भी, अंधकार में भी मुझे देखने वाला परमेश्वर है हमारा परमेश्वर. हम कितना भी दूर जाकर छुप जाएगा करके देखेगा तो भी हमारा परमेश्वर हमें देख लेगा. तो हमारा विचार को भी हमारा परमेश्वर जांचने वाला परमेश्वर है, हमारे प्रवृत्तियों को जांचने वाला परमेश्वर है. कल हमको सुना, हमारा चाल चलन, हमारा प्रवृत्ति, हमारा सभी सोच जांचने वाला परमेश्वर है हमारा परमेश्वर. इसके लिए हमारा परमेश्वर से एक मन होकर जीना ही बहुत ही अच्छा होगा हमारे लिए. परमेश्वर से एक मन होकर परमेश्वर का मर्जी से जीने वाला हम बन जाने का. നമ്മൾ കർത്താവിനോട് ഒരുമനപ്പെട്ട് ഒന്ന് ചേർന്ന് കർത്താവിൻ്റെ ഇഷ്ടപ്രകാരം ജീവിക്കുന്നവരും പ്രവർത്തിക്കുന്നവരുമായി മാറുക. ദൈവത്തെ വിട്ട് നമ്മൾ എന്ത് ചെയ്താലും ദൈവം പറയുന്നു അവർക്ക് അയ്യോ കഷ്ടം.
परमेश्वर को छोड़कर हम कुछ भी करो वो कष्ट में जाएगा करके बोल रहे। तो इसके लिए हम परमेश्वर के सन्निधि में एक होकर परमेश्वर का निकट, परमेश्वर से बोलकर, परमेश्वर की इच्छा के अनुसार हम सब कुछ करने के लिए हम अपना जीवन को परमेश्वर के सामने समर्पण करेंगे। और अभी हम चिंता करने के लिए जा रहा है परमेश्वर में एक मन होकर जीने वाला कैसा जिएगा। भजन संगीता 86 का 11 हम पढ़ेंगे। ദൈവത്തിൽ ഏകാഗ്ര ഹൃദയമുള്ളവനിൽ ആദി ഉണ്ടാകുന്ന ഒരു മാറ്റം എന്താണെന്ന് നോക്കിക്കേ. യഹോവേ, നിന്റെ വഴി എനിക്ക് കാണിച്ചു തരണമേ, എന്നാൽ ഞാൻ നിന്റെ സത്യത്തിൽ നടക്കും. നിന്റെ നാമത്തെ ഭയപ്പെടുവാൻ എന്റെ ഹൃദയത്തെ ഏകാഗ്രമാക്കണമേ. ദൈവത്തെ ഭയപ്പെടുന്നവരായി മാറുമെന്നുള്ളതാണ് അവിടെ. परमेश्वर को डरने वाला बन जाएगा। उसका वो हिंदी में जरा पढ़िए। हे यहोवा, अपना मार्ग मुझे दिखा। अब मैं तेरे सत्य मार्ग पर चलूंगा। मुझको एक चिंता कर कि मैं तेरे नाम का भय मानूं। तो परमेश्वर से एक चित्त होने वाला परमेश्वर को डरेगा। हालेलुया। तो ഏകാഗ്ര ഹൃദയമുള്ളവൻ ദൈവത്തെ ഭയപ്പെടുന്ന മനുഷ്യനായിരിക്കും. तो हम परमेश्वर से एक चित्त हो गया तो हम परमेश्वर से डरना शुरू करेगा, परमेश्वर को डरना शुरू करेगा। रेवलेशन में देखो, सॉरी भजन संगीता 101 में देखो, दूसरा वचन में क्या लिखा है, उसमें आने वाला परमेश्वर में एक चित्त होकर जीने वाला में आने वाला दूसरा फर्क क्या है देखो। मैं बुद्धिमानी से खरे मार्ग में चलूंगा। तू मेरे पास कब आएगा? मैं अपने घर में मन की खराई के साथ चलूंगा। मैं मेरा घर में खराई मन से चलेगा। हालेलुया। എൻ്റെ വീട്ടിൽ നിഷ്കളങ്കനായി ജീവിക്കും. അപ്പോൾ നമ്മുടെ വീട്ടിൽ നമ്മൾ നിഷ്കളങ്കരാണോ? വീട്ടിൽ നിഷ്കളങ്കരല്ലെങ്കിൽ നാട്ടിലെങ്ങനെ നിഷ്കളങ്കരാകും? हम घर में निष्कलंक होकर जिएगा यदि हम परमेश्वर में एकाग्र है तो। बहुत ही लोग घर पे बहुत कुछ छुपाता है, घर पे बोलने के लिए नहीं होते, बहुत कुछ छुपाते हैं, क्या क्या करते हैं बाहर जाकर, ये सब कुछ छुपाता है। मगर परमेश्वर को डरने वाला, परमेश्वर में एक चित्त होकर जीने वाला व्यक्ति घर में निष्कलंक हो जाएगा. വീട്ടിൽ കള്ളമില്ലാത്തവനായി, കളങ്കമില്ലാത്തവനായി വീട്ടിൽ ജീവിക്കും. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മളിൽ വരുന്ന രണ്ടാമത്തെ മാറ്റം, കർത്താവിനോട് ഏകാഗ്ര ഹൃദയമുള്ള വ്യക്തി ഒന്നാമത് ദൈവത്തെ ഭയപ്പെടുന്നവനായി മാറും, രണ്ടാമത് വീട്ടിൽ നിഷ്കളങ്കനായി മാറും, മൂന്നാമത് അവൻ മത്തായിയുടെ സുവിശേഷം നോക്കിയേ 5:48, മാത്യു का सुसमाचार में 5:48 पढ़िए. ആകയാൽ നിങ്ങളുടെ സ്വർഗീയ പിതാവ് സൽഗുണപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും സൽഗുണപൂർണരാകുവീൻ. बस हिंदी में पढ़िए. इसीलिए चाहिए कि तुम सिद्ध बनो जैसे तुम्हारा स्वर्गीय पिता सिद्ध है. हाँ, तो परमेश्वर जैसा सिद्ध है वैसा ही हम भी सिद्ध बनना मांगते हैं. हालेलुया. अब उधर हमें बता रहा है हम सिद्ध बनेगा सभी गुण में. उधर മലയാളത്തിൽ പറയുന്നത് സൽഗുണപൂർണനായിരിക്കും, സൽഗുണപൂർണനായിരിക്കും, എല്ലാ ഗുണവും ഉള്ളവനായിരിക്കും. ഹല്ലേലൂയ.
सभी गुण उनके अंदर रहेगा। परमेश्वर में एक चित्त होकर जीने वाला के अंदर सभी गुण रहेगा करके लिखा है। हालेलुया। और देखो उधर कोलोसी लेखन में पहले अध्याय का, कोलोसियन पहले अध्याय का 28 में हालेलुया। कोलोसियन पहले अध्याय का 28 पढ़िए। എല്ലാ വ്യക്തികളെയും ദൈവസന്നിധിയിൽ ഏകാഗ്രതയുള്ളവരാക്കി മാറ്റണം. അവർ വിശുദ്ധ സ്ഥലത്ത് നിൽക്കുവാൻ തക്കവണ്ണം യോഗ്യതയുള്ളവരായി മാറണം. അതിനായിട്ട് നമ്മൾ ദൈവസന്നിധിയിൽ മനുഷ്യരെ ഒരുക്കുന്നവരായി മാറണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നു. നമ്മുടെ ഹൃദയത്തിൽ നമുക്കൊരു ചിന്ത ഉണ്ടാക്കണം. എല്ലാ വ്യക്തിക്കും അവനവൻ്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം ദൈവം പ്രതിഫലം കൊടുക്കുന്ന ദൈവമാണെന്ന് മനസ്സിലായാൽ എനിക്കും ഈ ലോകത്തിലുള്ള സകല ജനങ്ങൾക്കും പ്രതിഫലം കിട്ടും, അവനവൻ്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം പ്രതിഫലം കിട്ടുമെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നാം എന്ത് ചെയ്യണം? എല്ലാവരെയും ക്രിസ്തുവിൽ തികഞ്ഞവരാക്കി മാറ്റുവാൻ വേണ്ടി പ്രബോധിപ്പിക്കുന്നവരായിരിക്കണം. सभी को अपने अपने प्रवृत्ति के अनुसार प्रतिफल मिलेगा करके मालूम पड़ेगा तो हमें और दूसरों को भी ऐसा प्रतिफल मिलेगा करके मालूम पड़ेगा तो हम हर एक व्यक्ति को यीशु में बढ़ाने के लिए प्रबोधन करने वाला, नहीं तो उपदेश देने वाला व्यक्ति बन जाने के लिए परमेश्वर हमें बोल रहा है. तो ही उन लोगों को भी अनुग्रह मिलना मांगते हैं, उन लोगों को भी पवित्र स्थान में खड़ा रहना मांगते हैं. ये इच्छा हमारे अंदर होना मांगते हैं. परमेश्वर में एक व्यक्ति एकाग्रत हो गया तो दूसरों के बारे में भी चिंता करेंगे. दूसरा भी परमेश्वर में एकाग्रत होने के लिए हम उसको तैयार करना मांगते हैं. മറ്റുള്ളവരും ദൈവത്തോടെ ഏകാഗ്ര ഹൃദയമുള്ളവരായി മാറുവാൻ വേണ്ടി നാം പരിശ്രമിക്കുന്നവരും പ്രബോധിപ്പിക്കുന്നവരുമായി തീരണം. ക്രിസ്തുവിൽ തികഞ്ഞവരായി തീരുവാൻ വേണ്ടി നാം അവരെ ഉപദേശിക്കുന്നവരായി തീരണമെന്ന് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് വീണ്ടും കൊലോസി ലേഖനം 2-ാമത്തെ വചനം നോക്കിയേ. കൊലോസി ലേഖൻ 4 का 2 वचन पढ़िए. പ്രാർത്ഥനയിൽ ഉറ്റിരിക്കുന്ന അല്ലെങ്കിൽ പ്രാർത്ഥനയിൽ പോരാടുന്ന വ്യക്തിയായി മാറണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ദൈവത്തിൽ ഏകാഗ്ര ഹൃദയത്തോട് ജീവിക്കുന്ന ഒരു വ്യക്തി, ക്രിസ്തുവിൽ തികഞ്ഞവനായി ജീവിക്കുന്ന ഒരു വ്യക്തി പ്രാർത്ഥനയിൽ പോരാടുന്നവനുമായിരിക്കണം. മറ്റുള്ളവർക്ക് വേണ്ടി പോരാടി പ്രാർത്ഥിക്കുന്ന, ദേശത്തിന് വേണ്ടി, ലോകത്തിന് വേണ്ടി, മനുഷ്യർക്ക് വേണ്ടി പോരാടി പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയായി തീരണമെന്ന് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. परमेश्वर में एकाग्रत होने वाला व्यक्ति परमेश्वर से प्रार्थना करने वाला होना मांगते हैं. इस दुनिया से लड़ाई कर कर, शैतान से लड़ाई कर कर, एक भी आत्मा नाश नहीं होने का करके चिंता रखकर हम लड़ाई कर कर प्रार्थना करने वाला होना मांगते करके बाइबल में लिखा है. പോരാടി ഒരാത്മാവ് പോലും നഷ്ടപ്പെട്ടു പോകുവാൻ ഇടയാകാതെ വണ്ണം ക്രിസ്തുവിൽ അവനെയും തികഞ്ഞവനാക്കുവാൻ വേണ്ടി ദൈവത്തോട് നിലവിളിച്ച് പ്രാർത്ഥിക്കുന്നവനോ പിശാചിനോടും ലോകത്തോടും പോരാടി പ്രാർത്ഥിക്കുന്നവനുമായി തീരണം എന്ന് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് എല്ലാവരും ക്രിസ്തുവിൽ ഏകാഗ്ര ഹൃദയമുള്ള ഓരോ വ്യക്തിയും എന്ത് ചെയ്യണം? പോരാടി പ്രാർത്ഥിക്കുന്നവരായി തീരണം. 6-ാമതായിട്ട് അവിടെ പറയുന്നത് യഥാസ്ഥാനപ്പെടുത്തി ഉറപ്പിച്ച് ശക്തീകരിക്കുന്ന വ്യക്തിയായി തീരണം. നാം പറഞ്ഞു കൊടുക്കുന്ന പ്രബോധനം
അവർക്ക് മനസ്സിലാക്കി അവരെ യഥാസ്ഥാനപ്പെടുത്തി അവരെ ശക്തീകരിക്കുന്ന പരിശുദ്ധാത്മാവിൽ അവരെ ശക്തീകരിക്കുന്ന ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് അവരെ ഏൽപ്പിച്ചു കൊടുക്കണം. ഹല്ലേലൂയ. നമുക്ക് തന്നിരിക്കുന്ന ഡ്യൂട്ടിയാണ്. ദൈവത്തോട് ഏകാഗ്ര ഹൃദയമുള്ള വ്യക്തിക്ക് ദൈവം കൊടുക്കുന്ന ഡ്യൂട്ടിയാണിതെല്ലാം. നമ്മളിൽ മാറ്റം വരുത്തുന്നതോടൊപ്പം തന്നെ മറ്റുള്ളവരെയും ദൈവത്തിൽ ക്രിസ്തുവിൽ ഏകാഗ്രപ്പെടുത്തുവാൻ തികഞ്ഞവനാക്കി തീർക്കുവാനോ നമ്മളും ക്രിസ്തുവിൽ തികഞ്ഞവരായി ജീവിക്കുവാൻ നാം ഒരുക്കുന്നവരുമായി തീരണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. हम तैयार होने के साथ साथ हम दूसरे को भी परमेश्वर का अनुग्रह प्राप्त करने के लिए अनंत काल का जीवन प्राप्त करने के लिए परमेश्वर में एक होकर जीने वाला बना देने के लिए हम परिश्रम करने वाला व्यक्ति होना मांगते करके परमेश्वर हमें बोल रहा है. तो पहले परमेश्वर में एकाग्र होने वाला व्यक्ति परमेश्वर को ढूंढने वाला बनेगा. दूसरा, परमेश्वर को डर कर जीने वाला बनेगा. तीसरा, परमेश्वर में एकाग्र होकर जीने वाला अपने अपना घर में निष्कलंक होकर जिएगा. और चौथा, सभी गुण में गुण प्राप्त कर जीने वाला बनेगा. और हर एक व्यक्ति को यीशु में लेकर आने के लिए, यीशु में बढ़ाने के लिए उपदेश देने वाला व्यक्ति बनेगा. और प्रार्थना में लड़ाई कर प्रार्थना करने वाला, किससे लड़ाई करेगा? शैतान से और दुनिया से, पापों से लड़ाई कर प्रार्थना करने वाला बनेगा. हम सोचेगा लड़ाई कर प्रार्थना करो बोलेगा तो परमेश्वर से लड़ाई नहीं करने का, शैतान से और पाप का रास्ते से, मार्ग से लड़ाई करने का नहीं जाएगा. ये पाप में नहीं करेगा, ये लड़ाई. हालेलुया. और दुनिया से लड़ाई कर दुनियादारी जो परमेश्वर को इच्छा नहीं है वो दुनियादारी में नहीं करेगा. यही तो लड़ाई है. हालेलुया. शैतान का चाल है करके अपने को एक चीज हमारे सामने आने का समय ये शैतान का चाल है करके मालूम पड़ेगा तो ये शैतान का चाल से लड़ाई कर हम प्रार्थना करने वाला व्यक्ति होना मांगते हैं. हालेलुया. तो उसके लिए दूसरे लोगों को भी शक्ति प्राप्त करने के लिए, उनको यथास्थान में पहुंचाने के लिए कोशिश कर प्रयत्न करने वाला व्यक्ति हम बनना पड़ेगा करके परमेश्वर बोलते हैं. भजन संगीता 22 का 4-5 हम पढ़ेंगे. ദൈവത്തില് ഒരു നല്ല ഹൃദയമുള്ളവൻ, ഏകാഗ്ര ഹൃദയമുള്ളവൻ വിശ്വസ്തനായിരിക്കും. ഹല്ലേലൂയ. വെടിപ്പുള്ള കൈയും നിർമ്മല ഹൃദയമുള്ളവൻ, വ്യാജത്തിന് മനസ്സ് വയ്ക്കാതെയും കള്ളസത്യം ചെയ്യാതെയും ഇരിക്കുന്നവൻ, അവൻ യഹോവയുടെ അനുഗ്രഹവും തന്റെ രക്ഷയുടെ ദൈവത്തോട് നീതിയും പ്രാപിക്കും. ഹല്ലേലൂയ. ദൈവത്തിൽ നിന്ന് एकदम खराई से जीने वाला परमेश्वर के हाथ से अनुग्रह प्राप्त करेगा. वो आदमी अनुग्रह होने दो, भौतिक अनुग्रह होने दो, शारीरिक अनुग्रह होने दो, वो प्राप्त परमेश्वर से प्राप्त करने के लिए हमें पवित्रता मांगते, खराई हमारा जीवन में मांगते करके परमेश्वर हमें बोल रहा है. भजन संगीता 11 का पहले वचन जरा पढ़िए. ഭജൻ സംഗീത 11 का സങ്കീർത്തനം 11:1 നമുക്ക് വായിക്കാം. ഞാൻ യഹോവയെ ശരണമാക്കിയിരിക്കുന്നു, പക്ഷികളെ നിങ്ങളുടെ मैं परमेश्वर में शरण लेता हूँ. പക്ഷികളെ നിങ്ങളുടെ पर्वतത്തിലേക്ക് പറന്നു പോകുക. हाँ, पक्षियों तुम तुम्हारा पर्वत में उड़ जाओ. ये पक्षी करके किसको बोल रहे? हम लोगों को बोल रहे. हालेलुया. परमेश्वर का पर्वत में उड़ जाओ, परमेश्वर में शरण ले लो. मैं तो शरण लिया है, तुम लोग भी शरण ले लो परमेश्वर में. हालेलुया. ये हमें कहना है.
ये हमें दूसरों को बोलना है। परमेश्वर में शरण लेने से हमें फायदा मिला तो हम दूसरे को भी उसी फायदा मिलाने के लिए उनको परमेश्वर के सन्निधि में लेकर आना, सिखाना, ये हमारा कर्तव्य है करके परमेश्वर हमें बोल रहे। ഹൃദയത്തിൽ പരമാർത്ഥതയുള്ളവരെ ദുഷ്ടൻ എയ്തു വീഴ്ത്തുന്നു। उसका भजन संगीता का नीचे नीचे हम पढ़ेगा तो दुष्ट जो परमार्थ हृदय से जीने वाला को नीचे गिराने के लिए कोशिश करता है। हालेलुया। इसके लिए हमें दुष्ट से लड़ाई कर कर परमेश्वर से प्रार्थना करना बहुत ही जरूरी है। हालेलुया, स्तोत्रम। 25वां भजन संगीता का दूसरा वचन जरा पढ़िए। तेरे वाद जोते हैं उनमें से कोई लज्जित ना होगे, परंतु जो अकारण विश्वासघाती है वे ही लज्जित होंगे। हालेलुया। परमेश्वर के सामने अकारण से जो व्यक्ति को तकलीफ देने वाला लज्जित होएगा, मगर परमेश्वर का बच्चे लोग कभी लज्जित नहीं होएगा। വെറുതെ ദ്രോഹിക്കുന്നവൻ ലജ്ജിച്ചു പോകും। നമ്മൾ ആരെയെങ്കിലും ദ്രോഹിക്കുന്നുണ്ടോ, നമ്മൾ ആർക്കെങ്കിലും ദ്രോഹം ചെയ്തിട്ടുണ്ടോ, നാം ലജ്ജിച്ചു പോകാൻ സാധ്യതയുണ്ട്। मैं किसी को भी द्रोह करते हैं तो, किसी को भी गिराने के लिए कोशिश करते हैं तो हम लज्जित हो सकता है। हालेलुया। इसके लिए हमारा जीवन को तैयार कर कर हम दूसरे का जीवन को बचाने के लिए और परमेश्वर में एकाग्रत करने के लिए, परमेश्वर में शरण लेने वाला बनाने के लिए हमें सदैव कोशिश करने वाला व्यक्ति बनना मांगते करके परमेश्वर बोल रहा है। तो शैतान से लड़ाई कर कर हमें इस दुनिया में जीना है और दूसरों को भी शैतान के हाथ से छुड़ाकर परमेश्वर में शरण लेने के लिए उनको सिखाने का है करके परमेश्वर में बोल रहा है। मत्ती का सुसमाचार 4 का पहले वचन जरा पढ़िए। के लिए शैतान से पीड़ित होने के लिए, नहीं तो शैतान यीशु को क्यों पीड़ा किया? यीशु ने क्या किया शैतान को? कुछ नहीं किया। വെറുതെ ദ്രോഹിക്കുകയായിരുന്നു, വെറുതെ ദ്രോഹിക്കുകയായിരുന്നു। അപ്പോൾ വെറുതെ ദ്രോഹിക്കുന്നവൻ എന്താ സംഭവിക്കുന്നതെന്ന് പറയാനാ ഞാൻ വന്നത്। വെറുതെ ദ്രോഹിക്കുന്നവൻ ലജ്ജിച്ചു പോകും। हालेलुया। तो शैतान भी, यीशु ने शैतान को कुछ नहीं किया। शुरुआत में ही से लेकर यीशु को गिराने के लिए कोशिश कर रहा है। हृदय परमात्मा में जीने वाला यीशु को गिराने के लिए कोशिश करने वाला शैतान लास्ट में लज्जित हो गया। हालेलुया। तो ऐसा ही हमारे जीवन में कोई भी हमें लज्जित करने के लिए, द्रोह करने के लिए कोशिश करने वाला, वो हम कुछ करने का जरूरत नहीं, वो खुद लज्जित हो जाएगा। വെറുതെ ദ്രോഹിക്കുന്നവൻ ലജ്ജിച്ചു പോകുമെന്ന് ദൈവത്തിന്റെ വചനത്തിൽ കൂടി നമ്മെ പഠിപ്പിക്കുകയാണ്। നമുക്കറിയാം, യോബിനെ കുറിച്ച് നോക്കിയാൽ വെറുതെ ദ്രോഹിക്കാൻ പോയി ദൈവത്തോട് വെല്ലുവിളിച്ചുകൊണ്ട് സാത്താൻ ചെന്ന് യോബിനെ വെറുതെ ദ്രോഹിക്കാൻ പോയി। ദൈവം പെർമിഷനും കൊടുത്തു। ദൈവത്തിന്റെ പെർമിഷൻ ഇല്ലാതെ യേശുവിനെയും തൊടാനൊക്കത്തില്ല, നമ്മളെയും തൊടാനൊക്കത്തില്ല പിശാചിന്। ഹല്ലേലൂയ। ദൈവത്തിന്റെ परमिशन, परमेश्वर का परमिशन नहीं है तो शैतान हमें छू नहीं सकेगा। इसके लिए हमें क्या करना मांगते हैं? परमेश्वर परमिशन नहीं देने के लिए हम परमेश्वर में शरण ले लेने का, परमेश्वर का मर्जी से जी लेने का। परमेश्वर का मर्जी से जिया, फिर भी जोब को शैतान छोड़ा नहीं है, मगर परमेश्वर जोब को छोड़ा नहीं है। हालेलुया। परमेश्वर भी యోబ్ को छोड़ा नहीं। शैतान के हाथ में दिया तो भी निबंधन दिया, ये तुम उसका जीवन में छू नहीं सकेगा। हालेलुया। तू इतना ही कर सकता है उसके ऊपर,
शैतान को परमेश्वर बोलने के आगे एक पॉइंट भी कुछ कर नहीं सकते हमारे ऊपर। हालेलुया। इसके लिए हम परमेश्वर में एकाग्र होकर जिएगा तो शैतान हमें ज़्यादा पीड़ा नहीं दे सकेगा। हालेलुया। परमेश्वर में हम शरण लेते हुए हमारे जीवन को आगे बढ़ाएंगे। परमेश्वर में एकाग्र होकर परमेश्वर में सिखाया वैसा ही हमारा जीवन को तैयार कर कर हम आगे बढ़ेगा तो परमेश्वर हमें एक खुशहाल का अनुग्रहित जीवन हमें देगा। इसके लिए वो जीवन प्राप्त करने के लिए हम तैयार होंगे। ദൈവത്തിൽ ഏകാഗ്ര ഹൃദയത്തോടുകൂടി ജീവിച്ച് നാം കേട്ടതുപോലെ ദൈവത്തെ ഭയപ്പെട്ടു നിഷ്കളങ്കരായി ജീവിച്ചു, സൽഗുണപൂർത്തിയുള്ളവരായി ജീവിച്ചു, ഏത് മനുഷ്യനെയും കർത്താവിൽ തികഞ്ഞവനാക്കി മാറ്റുവാൻ പരിശ്രമിച്ചു, എപ്പോഴും പ്രാർത്ഥനയിൽ പോരാടിയും നാം ജീവിക്കുന്നെങ്കിൽ തീർച്ചയായും ദൈവം നമ്മെ യഥാസ്ഥാനപ്പെടുത്തും। ദൈവം നമ്മെ പവിത്ര സ്ഥാൻ में खड़ा रहने के लिए हमें तैयार करेगा। ദൈവം നമ്മെ വിശുദ്ധ സ്ഥലത്ത് എത്തിക്കുന്നത് വരെയോ നമ്മെ കാക്കും സൂക്ഷിക്കും। അതിനായിട്ട് നമുക്ക് സമർപ്പിച്ചു കൊടുക്കാം। ഈ വചനങ്ങളാൽ ദൈവം തമ്പുരാൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ, സഹായിക്കുമാറാകട്ടെ। ദൈവത്തോട് ഒരു മനസ്സുള്ളവരായി തീരുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ। അതിനായി പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നവർ പ്രാർത്ഥിച്ചാട്ട്, ഓരോരുത്തരായി പ്രാർത്ഥിച്ചാട്ട്। കേട്ട വചനപ്രകാരം ജീവിപ്പാൻ ദൈവം നമുക്ക് കൃപ തരാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം। സൂമിൽ കൂടി, യൂട്യൂബിൽ കൂടി, ഫേസ്ബുക്കിൽ കൂടിയൊക്കെയും കേൾക്കുന്ന എല്ലാ മക്കളെയും ദൈവം തമ്പുരാൻ അനുഗ്രഹിക്കട്ടെ। കൂടുതൽ ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ എല്ലാവരെയും ഇടയാക്കട്ടെ। അതിനായിട്ട് പ്രാർത്ഥിക്കുന്നു। എല്ലാവരും ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്ത് എല്ലാവർക്കും കൊടുക്കണം। ദൈവനാമം മഹത്വം എടുക്കുമാറാകട്ടെ।